ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. കേരളത്തിൽ ഇപ്പോൾ അസഹനീയമായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളും വരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ചൂട്? രാത്രി പോലും ഒരു തണുപ്പ് കിട്ടുന്നില്ല. ഇതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. 40ലേക്ക് നമ്മൾ അധികം താമസിയാതെ അടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോള താപനം തന്നെയാണ്. സൂര്യൻ നമ്മുടെ തലയ്ക്ക് മേലെയാണ് ഇപ്പോൾ ഉള്ളത്. മത്സ്യസമ്പത്തിനെ ചൂട് ബാധിക്കും, മത്സ്യലഭ്യതയുടെ കുറവുണ്ടാവും. ശരീരത്തെ കൃത്യമായി ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിർജ്ജലീകരണം തടയുക, നേരിട്ട് സൂര്യപ്രകാശം നമ്മുടെ ത്വക്കിൽ വീഴുന്നത് ഒഴിവാക്കണം. വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് സംസ്ഥാനത്ത് ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ സയൻറ്റിസ്റ്റ് ഡോക്ടർ മനോജ് സാറുണ്ട്. നമസ്കാരം സർ. ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് കണ്ടത് 2024 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ഒരു വർഷമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2025 അത്തരമൊരു ചൂടിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകളിലൊരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് വകയുള്ളതാണോ? തീർച്ചയായും ആശങ്ക ഉണ്ട്. ലോക കാലാവസ്ഥാ സംഘടന, വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2024 ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ചൂട് കൂടിയ വർഷമായിരുന്നു. അത് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ. നമുക്കറിയാം, പാരീസ് എഗ്രിമെൻറ്റിൽ 2015 ഏർപ്പെടുത്തിയ പാരീസ് എഗ്രിമെൻറ്റ് പ്രകാരം ആഗോള താപനം 1.5 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ പിടിച്ചു നിർത്തണമെന്നുള്ളതാണ് ഈ ഒരു 2050 ആകുമ്പോൾ. പക്ഷേ അത് 2025 ആകുമ്പോൾ തന്നെ ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ആ ഒരു ലക്ഷ്മണരേഖ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇത് അടുത്ത വർഷവും ഇതേ ചോദ്യം ചോദിച്ചാൽ 2026 25 ചൂട് കൂടിയ വർഷം വരെ, അതായത് വരുന്ന ഓരോ വർഷവും തൊട്ട് പിന്നിലുള്ള വർഷത്തേക്കാൾ ചൂട് കൂടിയ വർഷമാണ്, റെക്കോർഡ് ഭേദിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തയ്ക്ക് പുതുമയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ലോകത്ത് പല സ്ഥലത്താണെങ്കിലും പ്രത്യേകിച്ച് ഈ ആഗോളതാപനത്തിൻ്റെ പ്രതിഫലനം ഏറ്റവും കൂടുതലുണ്ടാകുന്നത് ആർട്ടിക് പ്രദേശങ്ങളിലാണ്. അവിടെയുള്ള മഞ്ഞുരുക്കത്തിൻ്റെ വ്യാപ്തിയും വേഗതയും വർദ്ധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. കേരളത്തിൽ ഇങ്ങനൊരു കാലാവസ്ഥ മാറ്റിക്ക് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല. കേരളത്തിൽ മാത്രമല്ല, മറ്റെല്ലാ സ്ഥലങ്ങളിലും ചൂട് കൂടുന്നുണ്ട്. നമുക്ക് ഈ ചൂട് ഇതിനു മുമ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ 45-48 ഡിഗ്രി സെൽഷ്യസൊക്കെ അത്ര പുതുമയുള്ള കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം 40 ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു വലിയ ഘടകം വർദ്ധിച്ചു വരുന്ന ഹ്യൂമിഡിറ്റിയാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ്, ആർദ്രത കൂടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അസഹ്യത നമുക്ക് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതത്ര ഈ 40 ഡിഗ്രിക്ക് അപ്പുറം പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ 40 ഡിഗ്രിക്ക് അപ്പുറം പോയി കഴിഞ്ഞാലാണ് നമ്മൾ പൊതുവിൽ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഉഷ്ണതരംഗം എന്നുള്ള കാലാവസ്ഥാ പ്രതിഭാസം ഔദ്യോഗികമായി ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ 40ലേക്ക് നമ്മൾ അധികം താമസിയാതെ അടുക്കും. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും 37 ഡിഗ്രി സെൽഷ്യസിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ചിലതൊക്കെ വിശ്വസനീയമാണോ എന്നുള്ളത് അറിയില്ല, എങ്കിൽ കൂടിയും 37-38 ഡിഗ്രി സെൽഷ്യസൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാലിബ്രേഷനും കൂടി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി തന്നെ അത് പ്രഖ്യാപിക്കും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ചൂട് കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോള താപനം തന്നെയാണ്. മറ്റൊന്ന്, കേരളം മൊത്തത്തിൽ ഒരു അർബനൈസ്ഡ് സെൻറ്ററായിട്ട് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗ്രാമപ്രദേശങ്ങൾ എന്നുള്ളത് എടുത്തു പറയാൻ മാത്രയ്ക്കുള്ള ഗ്രാമപ്രദേശങ്ങൾ, നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് അവിടെയുള്ള ഗ്രാമപ്രദേശങ്ങൾ പോലെ നമുക്ക് ഇവിടെ അത്രയധികം ഒരു കോൺക്രീറ്റ് ബിൽഡിങ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ടാർ റോഡ് ഇടാത്ത ഒരു സ്ഥലം കേരളത്തിലില്ല. അപ്പോൾ നഗര കേന്ദ്രങ്ങളിൽ ഈ ടാർ റോഡ് വർദ്ധിക്കുകയും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ സാന്ദ്രത വർദ്ധിക്കുകയും അതോടൊപ്പം പച്ചപ്പ് തീർത്തും ഇല്ലാതാവുകയും ചെയ്താൽ ആ പ്രദേശങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടമുള്ള പച്ചപ്പ് ഉള്ള സ്ഥലങ്ങളെക്കാൾ 2-3 ചിലപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായിട്ട് താപനത്തിന് വിധേയമാകാറുണ്ട്. അതിനെയാണ് നമ്മൾ നഗര താപത്തുരുത്തുകളെന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ 14 ജില്ലകളിലും എവിടെയാണ് നഗരമില്ലാതുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി നമുക്ക് ഈ കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ചൂടിൽ കാണാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം ഈ ഫെബ്രുവരിയിൽ ചൂടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സൂര്യൻ നമ്മുടെ തലയ്ക്ക് മേലെയാണ് ഇപ്പോൾ ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും നല്ല തണുപ്പാണ്, ഡൽഹി ജില്ലയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ നമ്മുടെ തലയ്ക്ക് മേലെ സൂര്യൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ചൂട് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഗോളതാപനവും അതോടെ പ്രാദേശികമായിട്ടുള്ള ഈ അർബനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ചേരുമ്പോൾ താപം വർദ്ധിക്കുന്നു. മറ്റൊരു ഘടകം കൂടിയുള്ളത്, നമ്മുടെ കേരളം എന്ന് പറഞ്ഞ ഒരു വലിയ കോസ്റ്റൽ പ്രദേശം കൂടിയാണ്. ഒരു 500-600 കിലോമീറ്റർ കടലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കടലിലെ, അറബിക്കടലിലെ താപനിലയും വർദ്ധിക്കുന്നുണ്ട്. അത് എയർ ടെമ്പറേച്ചർ മാത്രമല്ല, ഈ വെള്ളത്തിൻ്റെ ഉപരിതല താപനില വർദ്ധിക്കുന്നു. സീ സർഫസ് ടെമ്പറേച്ചർ എന്നാണ് പറയുക. അപ്പോൾ ഈ സീ സർഫസ് ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലേക്ക് ഉയർന്നിരിക്കുകയാണ്. അപ്പം സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കുന്ന താപനിലയേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസോളം അധികമാണ് കടലിൽ. അപ്പോൾ ഇത്രയധികം വിസ്തൃതിയേറിയ ഒരു പ്രദേശം വെള്ളം ചൂടായി നിൽക്കുന്നു. ആ വെള്ളത്തിൽ നിന്നുള്ള ചൂട് അന്തരീക്ഷത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് കോസ്റ്റൽ ഏരിയയിൽ വർദ്ധിച്ചു വരുന്ന ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പൊതുവിൽ 3-4 പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഈ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ട്രോപ്പിക്കൽ മേഖലയിലുള്ള ഒരു കൺവെക്ഷൻ അല്ലെങ്കിൽ മഴയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. ആ ഓസിലേഷനും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ മാസം വരെ നല്ല കൺവെക്ഷനായിരുന്നു, അല്ലെങ്കിൽ നല്ല ക്ലൗഡ് ബാൻഡായിരുന്നു, നമുക്ക് നല്ല മഴയൊക്കെ ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ കൺവെക്ഷൻ ബാൻഡ് കിഴക്കോട്ടേക്ക് മാറി സൗത്ത് പസഫിക്കിലാണുള്ളത്. അപ്പോൾ കൺവെക്ഷൻ ബാൻഡ് അല്ലെങ്കിൽ മേഘപടലങ്ങൾ അങ്ങോട്ടേക്ക് മാറുമ്പോൾ ഇവിടെ ക്ലിയർ സ്കൈ ആണ്. ക്ലിയർ സ്കൈയിൽ നമുക്കറിയാം സൂര്യപ്രകാശം യാതൊരു തരത്തിലുള്ള പ്രതിഫലനവും കൂടാതെ തീവ്രമായി തന്നെ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാദേശികം മുതൽ ആഗോളം വരെയുള്ള എല്ലാ കാരണങ്ങളും ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ചൂട് വർധനയ്ക്ക് കാരണമാണ്. ഇപ്പോൾ ഫെബ്രുവരിയാണ്, ജനുവരിയിലടക്കം നമുക്ക് നല്ല ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർച്ചിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വേവലാതി? മാർച്ചിലേക്കും ചൂട് കൂടുക തന്നെയാണ് ചെയ്യുക പൊതുവിൽ. കാരണം സൂര്യൻ കുറച്ചുകൂടി നമ്മുടെ തലയ്ക്ക് മുകളിലെത്തും. മാർച്ച് 22-നാണ് ഭൂമധ്യരേഖയുടെ മേലെത്തുക. ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് അതിൻ്റെ സ്ഥാനമുള്ളത്. അത് നോർത്തിലേക്ക് വരുമ്പോൾ ചൂട് കൂടും. പിന്നെ നമുക്ക് ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് വേനൽ മഴയാണ്. അത് വേനൽ മഴ എന്തായാലും മാർച്ച് ഒരു അവസാനത്തോടു കൂടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആദ്യമൊന്നും കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. എന്തായാലും ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസത്തെയാണ് നമ്മൾ പ്രീ മൺസൂൺ അല്ലെങ്കിൽ വേനൽക്കാലം എന്ന് വിളിക്കുക. അതിൻ്റെ ഒരു സീസണൽ ഔട്ട്ലുക്ക് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ പുറപ്പെടുവിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് ഡിസംബറിൽ പോലും ഒരു തണുപ്പ് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വളരെ നല്ല ഒരു ചോദ്യമാണത്. കാരണം ഈ പ്രാവശ്യം നമുക്ക് അറിയാം, ഒരു എൽനിനോ കഴിഞ്ഞ ഒരു പ്രതിഭാസമായിരുന്നു. എൽനിനോ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ചൂട് വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ആ എൽനിനോ കഴിഞ്ഞ് ഒരു ന്യൂട്രൽ എൻസോ ന്യൂട്രൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഈ കാറ്റിൻ്റെ ദിശ മാറും. നമുക്ക് സാധാരണ രീതിയിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു തണുത്ത കാറ്റിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻ്റർ എന്നുള്ള അതൊരു കൺസെപ്റ്റ് മാത്രമായിട്ട് മാറി, കാര്യമായ ഇത് കിട്ടിയില്ല. പിന്നെ മറ്റൊന്ന്, ജനുവരി മാസത്തിൽ പൊതുവിൽ കേരളത്തിൽ മഴ ലഭിക്കാറുമില്ല. പക്ഷേ ഈ പ്രാവശ്യം നല്ല മഴ ലഭിച്ചു. മഴയുള്ള സ്ഥലത്ത് അധികം തണുക്കില്ല. മഴ ഈ താഴെത്തട്ട് തണുക്കുമെങ്കിലും അന്തരീക്ഷത്തിൻ്റെ മേൽത്തട്ടിൽ ഈ ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ചൂട്, കാരണം വെള്ളം ആവിയാകണമെങ്കിൽ ചൂട് ആഗിരണം ചെയ്യും. അതുപോലെ ആവിയായ വെള്ളം മേലെ അന്തരീക്ഷത്തിൻ്റെ മേൽത്തട്ടിലെത്തി അത് തണുക്കുമ്പോൾ എത്രത്തോളം ചൂടാണോ അത് നേരത്തെ ആഗിരണം ചെയ്ത് അത്രയും ചൂടിനെ അന്തരീക്ഷത്തിൻ്റെ മേൽത്തട്ടിൽ അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ മേൽത്തട്ട് ചൂടാവും. അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ ഈ വിൻ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പം ജനുവരിയിലുണ്ടായ അസ്വാഭാവികമായ മഴയും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമുക്ക് അത് കൃത്യമായി നമ്മുടെ കൃഷിയിലും എല്ലാം ബാധിച്ചിട്ടുണ്ട്. കാരണം മാവ് പൂക്കുകയും ഫലവൃക്ഷങ്ങളൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാവേണ്ട സമയമാണ്, നല്ല തണുപ്പ് വേണ്ട സമയമാണ്. ആ സമയത്ത് ലഭിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ അവസ്ഥ. ചിലർ പറയും ഈ ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക്
മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു അനുതാപം ഉണ്ട് ഇവർ നമ്മൾ. ചൂട് കൂടുതലാണെങ്കിൽ പൊതുവിൽ മഴ കൂടുതൽ ലഭിക്കേണ്ടതാണ്. കാരണം ചൂട് കൂടിയ വായുവിന് കൂടുതൽ ഈർപ്പത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അതിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ അങ്ങനെ അന്തരീക്ഷത്തിൽ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടിയാൽ അത് കുറച്ചുകൂടി തീവ്രമായ മഴമേഘങ്ങളുണ്ടാകുവാനും നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ലീനിയർ സ്കെയിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ചൂട് കൂടി എന്നുള്ളത് കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ മഴ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചൂട് കൂടുമ്പോൾ അതിനനുസരിച്ച് അന്തരീക്ഷത്തിലെ ചക്രവാതങ്ങളുടെ ദിശയും സ്പീഡും ഒക്കെ മറിയും. അപ്പം ചിലപ്പോൾ പെയ്യുന്ന മഴയെല്ലാം കൂടി ഏതെങ്കിലും വേറൊരു സ്ഥലത്ത് പോയി കേന്ദ്രീകരിച്ച് അവിടെ നല്ല മഴ കിട്ടും. ഈ മറ്റ് സ്ഥലങ്ങളിൽ വളരെ വരൾച്ച സമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ ചൂട് കൂടിയത് കൊണ്ട് കൊച്ചിയിൽ തന്നെ കൂടുതൽ മഴ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കിട്ടാം, അനുകൂല സാഹചര്യമാണെങ്കിൽ കിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ കിട്ടുകയില്ല. അത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പെയ്യുക. മഴയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അവയുടെ എല്ലാം റൈറ്റ് കോമ്പിനേഷൻ വന്നാൽ മാത്രമേ നമുക്ക് മഴ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഘടകമില്ല, ബാക്കി 99% ഓക്കെ ആണെങ്കിലും മഴ കിട്ടില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ മത്സ്യസമ്പത്തിനെ ഈ ചൂട് വല്ലാതെ ബാധിക്കുന്നുണ്ട്. മത്സ്യസമ്പത്തിനെ ചൂട് ബാധിക്കും. കടലിലെ താപനില ഞാൻ പറഞ്ഞു, സാധാരണ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് 1 ഡിഗ്രി സെൽഷ്യസ് അധികമാണ്. അപ്പോൾ മത്സ്യങ്ങളുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയെയും അവയുടെ പ്രജനനത്തെയും ഒക്കെ ഈ ചൂട് കൂടുന്നത് ബാധിക്കും. നമ്മളിപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്ത് നടു റോട്ടിൽ ഇറങ്ങി നിൽക്കുമോ? ഇല്ലല്ലോ. അവിടെ ചൂട് കൂടിയാൽ നമ്മളൊരു ഷെയ്ഡ് അന്വേഷിച്ച് മാറിപ്പോവും. ഇതുപോലെ തന്നെ മത്സ്യങ്ങളും തണുത്ത വെള്ളമുള്ള സ്ഥലത്തേക്ക്, അത് ചിലപ്പം ഒമാൻ തീരത്തേക്കാവാം, ചിലപ്പോൾ ആഴങ്ങളിലേക്കാവാം. നമ്മൾ ബോട്ടിലൊക്കെ സാധാരണ പരമ്പരാഗതമായി മീൻ പിടിക്കുമ്പം ഉപരിതലത്തിൽ നിന്നാണല്ലോ വലയിട്ട് പിടിക്കുന്നത്. ചിലപ്പോൾ അവ താഴേക്ക് പോവാം, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെയായിരിക്കും. അവയ്ക്ക് അനുയോജ്യമായ വെള്ളമുള്ള തണുപ്പുള്ള പ്രദേശത്തേക്ക്, കടലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇവ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫിഷിംഗ് സോണിൽ നിന്നുകൊണ്ട് മത്സ്യം പിടിക്കുമ്പോൾ നമുക്ക് മത്സ്യലഭ്യതയുടെ കുറവുണ്ടാവും. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആരോഗ്യ വിഭാഗം അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉച്ചയ്ക്കൊക്കെ പോകുന്നത്, ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സമയക്രമം പാലിക്കണം എന്നുള്ളത്. ഏത് മാസത്തിലാണ് നമ്മളിനി കൂടുതലൊരു ശ്രദ്ധ കൊടുക്കേണ്ടി വരിക എന്നാണ് തോന്നുന്നത്? പൊതുവിൽ ഇതിനു മുമ്പ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു സീസൺ തന്നെ 1-2 മാസം മുന്നേ ആരംഭിക്കുന്നതിന് തുല്യമാണ്. ജനുവരിയിൽ തന്നെ നല്ല ചൂടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, തൊഴിൽ വകുപ്പും കൃത്യമായ നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. അതിൽ തന്നെ ഒരു 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിർബന്ധമായും തൊഴിലിന് നമുക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയും നേരിട്ട് സൂര്യതാപ ശരീരത്തിൽ ഏൽക്കാതിരിക്കുന്നതിനും ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ശരീരത്തെ കൃത്യമായി ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിർജ്ജലീകരണം തടയുക, നേരിട്ട് സൂര്യപ്രകാശം നമ്മുടെ ത്വക്കിൽ വീഴുന്നത് ഒഴിവാക്കണം, ഒരു കാരണവശാലും ഒഴിവാക്കണം. കഴിവതും ലൈറ്റ് കളേർഡായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ആ ഒരു തണുപ്പ് നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പഴവർഗ്ഗങ്ങൾ, പാനീയങ്ങൾ ഒക്കെ കഴിക്കുക. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടരുന്നൊരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ മലിനമായിട്ടുള്ള ജലം കുടിക്കാതിരിക്കുവാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്ക് യു സർ, വലിയ വിവരങ്ങൾ പങ്കുവച്ചത്.